എല്ലാവർക്കും ukneduzone കൊമേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓർഗനൈസിങ്ങിൻ്റെ എലമെൻറ്റ്സ്, അതോടൊപ്പം പർപ്പസ്, പിന്നീട് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, പ്രിൻസിപ്പിൾസ്, അങ്ങനെയുള്ള ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ മീനിങ്, അതോടൊപ്പം സെൻസസ്, പിന്നീട് ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കൂടി നിങ്ങളൊന്ന് കാണാം. എന്താണ് ഓർഗനൈസിങ് എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക എന്നാണ് ഓർഗനൈസിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഡിവൈഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളത്. ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ റിസോഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, പിന്നീട് ഡ്യൂട്ടീസ് നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി, ക്രിയേറ്റിംഗ് ഹൈറാർക്കി എന്നാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പം ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്ത് ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അപ്പം നമുക്കെന്ത് പറയാം, ഡിവൈഡിങ്, അതോടൊപ്പം തന്നെ ഗ്രൂപ്പിങ്, പിന്നീട് കോർഡിനേഷൻ, ഇതൊക്കെ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ദ കോമൺ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. കോമൺ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടു അറ്റൈൻ ദ കോമൺ ഒബ്ജക്റ്റീവ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ്, അതോടൊപ്പം തന്നെ സ്ട്രക്ചറിങ് ദ വർക്ക്. അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് ദ വർക്ക്. അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് ദ വർക്ക് ടു അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരു സ്ട്രക്ചർ ചെയ്യുക വർക്കിനെ. അപ്പോൾ അതിലാണ് നമ്മൾ അസൈൻമെൻറ്റോ ഡ്യൂട്ടീസ്, അതോടൊപ്പം തന്നെ ക്രിയേറ്റിംഗ് ഹൈറാർക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഓർഗനൈസിങ് എന്നുള്ളത് ക്ലിയർ ആയാൽ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ നാച്ചർ ഓഫ് ഓർഗനൈസിങ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് എന്തുണ്ടാകും, ഒരു കോമൺ പർപ്പസ് ഉണ്ടാവും. ഓർഗനൈസിങ്ങിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസിങ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ഓർഗനൈസിങ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓർഗനൈസിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക് എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന്, അല്ലേ? ഡിവിഷൻ ഓഫ് വർക്കാണ്. അപ്പോൾ ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാകും, സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ള ഒരു എലമെൻ്റായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഓർഗനൈസേഷനകത്ത് നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ളൊരു പർപ്പസ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു കോമൺ പർപ്പസ് എന്തുണ്ടാവും, ഓർഗനൈസേഷനകത്ത് ഉണ്ടാകും. അപ്പോൾ അതാണ് കോമൺ പർപ്പസ് അല്ലെങ്കിൽ ഓർഗനൈസിങ് വർക്ക് ഈസ് കംപ്ലീറ്റ്ലി ബൗണ്ടഡ് ബൈ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിന് ചുറ്റിപ്പറ്റിയായിരിക്കും എന്ത് ഓർഗനൈസിങ് മുഴുവനായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ കോമൺ പർപ്പസ് എന്നുള്ളത് മറ്റൊരു എലമെൻ്റായിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൽ മറ്റൊന്നാണ് വരുന്നത് ഓർഗനൈസിങ് എന്താണ്, കോർഡിനേഷൻസ്. ഒരു എഫക്റ്റീവായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പം എന്താണ് ഓർഗനൈസിങ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർമ്മിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ അസൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും. ഒരു ഹൈറാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകും. അതുവഴി എന്താണ് ഓർഗനൈസേഷന് കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു കോപ്പറേറ്റീവ് എഫേർട്സിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോപ്പറേറ്റീവ് എഫേർട്സ്, ഒരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കും. ഇവിടെ സുപ്പീരിയർ സബോർഡിനേറ്റ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുവഴി തന്നെ എന്താണ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അല്ലേ, ഒരു എഫക്റ്റീവായിട്ടുള്ള ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഓർഗനൈസിങ്ങിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന പോയിൻ്റാണ്. ഓക്കെ, പിന്നീട് കോർഡിനേഷൻ, കോപ്പറേറ്റീവ് എഫേർട്സ്, അതോടൊപ്പം തന്നെ പിന്നീട് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എന്താണ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സ്റ്റെപ്സ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു ക്രിയേറ്റിംഗ് ഹൈറാർക്കി എന്നുള്ളത്, അല്ലേ? ക്രിയേറ്റിംഗ് ഹൈറാർക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി, പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എഫക്റ്റീവായിട്ടുള്ള ഓർഗനൈസേഷൻ, ഒരു എഫിഷ്യൻറ്റ് ഫങ്ഷൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. പിന്നീട് ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും ചുറ്റിപ്പറ്റിയിട്ടുള്ളത് ഒരു എൻവയോൺമെൻ്റ് ആണ്. എന്താണ്, ഇറ്റ് ഈസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്നുള്ളത്. എൻവയോൺമെൻറ്റ് എന്നുള്ളത് മറ്റൊരു എലമെൻ്റായിട്ട് നമുക്ക് പറയാം.
പിന്നെ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, അത് ഒരു സംഘടനയിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അപ്പോൾ അവരുടെ എഫേർട്സ് അവിടെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് പറയാം. ഓർഗനൈസേഷൻ ഈസ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് പറയാം. അപ്പോൾ പീപ്പിൾ എന്നുള്ളതും തന്നെയാണ് ഒരു മേജർ ആയിട്ടുള്ളൊരു എലമെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എലമെൻറ്റ്സിനകത്ത് വരുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ക്രോഡീകരിച്ചിട്ട് പറയാം. ഒന്ന് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞ ഓർഗനൈസിംഗ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത്, പിന്നീട് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്, പിന്നെ ഒരു എന്താണ് എൻവയോൺമെൻറ്റൽ ഉണ്ട് ഇവിടെ, പിന്നീട് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, പിന്നീട് കോർഡിനേഷൻ എന്നുള്ളത്, ഒരു കോമൺ പർപ്പസ് എന്നുള്ളത്, പിന്നെ എന്താണ് ഇറ്റ് ഇസ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഓക്കെ, അപ്പം ഇത്രയാണ് ഓർഗനൈസിങ്ങിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാം ഒരു കോപ്പറേറ്റീവ് എഫേർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് എഫേർട്സ് എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഓർഗനൈസിങ്ങിൻ്റെ എലമെൻറ്റ്സിനകത്ത് വരുന്നത്. ഇനി ഈ ഓർഗനൈസിങ് ഒരു പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഈ അഡ്വാൻറ്റേജസിൻ്റെ പോയിൻ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി എഴുതാൻ പറ്റും, നിങ്ങൾക്ക് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി കിട്ടുന്നതേ ഉള്ളൂ എന്തൊക്കെയായിരിക്കും ഓർഗനൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത്. ഒന്നാമത് നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതെന്തുണ്ടാകും, സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും അല്ലേ, സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റോൾ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ, റോൾ ആര് എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ക്ലാരിറ്റി ഇൻ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, അതായത് ക്ലാരിറ്റി ഇൻ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈറാർക്കി സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വർക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻ വർക്ക് പെർഫോമൻസ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഒരു ഇഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റ് നമുക്ക് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, വിഭവങ്ങളുടെ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം നമുക്ക് സാധ്യമാകും. അതോടൊപ്പം തന്നെ എന്താണ് ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കും, അതോടൊപ്പം തന്നെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് സഹായിക്കും, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സാധിക്കും. ഇതൊക്കെ നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന പോയിൻറ്റ്സാണ്. ഓക്കെ, സ്പെഷ്യലൈസേഷൻ, റോൾ ക്ലാരിറ്റി, പിന്നീട് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, അതോടൊപ്പം തന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഒരു മാറ്റം നമ്മൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി അഡാപ്ഷൻ ടു ചേഞ്ച്, അതോടൊപ്പം തന്നെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ, ഇങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യും അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതോടൊപ്പം തന്നെ ഇതിനോട് അഡീഷണലായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയിട്ട് പോയിൻറ്റ്സാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പർപ്പസായിട്ടും ഇതിനെ നമുക്ക് സെയിം പോയിൻറ്റ്സൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രോത്തിന് നമുക്ക് പറ്റുമെന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് പറ്റും. ഒരു എൻഷുർ ഒരു കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രൊഡക്ഷൻ കൂടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഒരു സൗണ്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഗുഡ് മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓർഗനൈസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസിൽ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റുന്ന പോയിൻറ്റ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം സെയിം പോയിൻറ്റ്സ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇമ്പോർട്ടൻസിനകത്ത് എന്തൊക്കെയായിരിക്കും ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജസും നമുക്ക് എന്ത് ചെയ്യാം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടും എഴുതാം. അതോടൊപ്പം തന്നെ പർപ്പസ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് പോയിൻ്റ് ആക്കിയിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് എഴുതാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. എന്തൊക്കെയായിരിക്കും, ഫെസിലിറ്റേറ്റ് അതർ മാനേജറിയൽ ഫംഗ്ഷൻ, മറ്റ് മാനേജറിയൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് അതർ മാനേജറിയൽ ഫംഗ്ഷൻസ്. അതോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവോയ്ഡ് ചെയ്യും. ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവോയ്ഡ് ചെയ്യും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ റോൾ ക്ലാരിറ്റി ഉണ്ട്, അതോടൊപ്പം ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഉണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് ഗ്രോത്ത്, അതോടൊപ്പം തന്നെ എക്സ്പാൻഷൻ എന്താണ് ഇതിനെ സഹായിക്കും. പിന്നീട് പ്രൊഡക്ഷൻ കൂടുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ട്, ഒരു ബെറ്റർ ഹ്യൂമൻ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ബെറ്റർ ഹ്യൂമൻ
റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ബെറ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻറ്റിന് സമാനമായിട്ടുള്ള പോയിൻ്റ് തന്നെയാണ് ഇതിലും വരുന്നത്, ഇമ്പോർട്ടൻസിനകത്തും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ പോയിൻറ്റ്സ് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി ഓർഗനൈസിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് എഴുതാം. ഓർഗനൈസിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? എന്താണ് ഓർഗനൈസിങ് എന്ന് ആദ്യം പഠിച്ചു വെക്കുക. ഇതൊരു ഗോൾ ഡയറക്റ്റഡ് ആക്ടിവിറ്റിയാണ് അല്ലേ, ഗോൾ ഡയറക്റ്റഡ്. കാരണം ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യമുണ്ട്. പിന്നീട് ഇവിടെ ഇൻ്റഗ്രേഷൻ ഓഫ് ഹ്യൂമൻ എഫേർട്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിംഗ്, തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഗ്രൂപ്പിംഗ് ഉണ്ട്. ഒരു ടീം വർക്കിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടേഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടേഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടീം വർക്കിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു ഗ്രൂപ്പിംഗ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇത് അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സിനും അതോടൊപ്പം തന്നെ നോൺ ഹ്യൂമൻ റിസോഴ്സിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ ഹ്യൂമൻ ആക്ടിവിറ്റീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോപ്പർ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് നാച്ചുറൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടുന്നില്ലെങ്കിലും ഇതാണ് അഡ്വാൻറ്റേജസ് എന്നൊക്കെ നാച്ചുറൽ അഡ്വാൻറ്റേജസിൻ്റെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആക്കിയിട്ട് എഴുതാം. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം അതേ പോയിൻറ്റ്സിന് നിങ്ങൾക്ക് നിങ്ങളായിട്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടറിസ്റ്റിക്സും നാച്ചുറലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മാറ്റിയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യാം. ഒന്ന്, എന്താണ് ഓർഗനൈസിങ് എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഓർഗനൈസിങ്ങിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസിങ് എന്നുള്ളത്. പിന്നീട് പർപ്പസ് എന്നുള്ളത് പറഞ്ഞു. പർപ്പസ് എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസിങ് എന്നുള്ളത്. പർപ്പസ് ഫൗണ്ടേഷനാണ്, സൗണ്ട് മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ കൂടുന്നു, കോപ്പറേഷൻസ്, ഗ്രോത്ത്, ഡൈവേഴ്സിഫിക്കേഷൻ, എക്സ്പാൻഷൻ, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് പർപ്പസ് എന്നുള്ളത്. പിന്നീട് നാച്ചർ ഓഫ് ഓർഗനൈസിങ് എന്നുള്ളത്. നാച്ചർ എന്ന് പറഞ്ഞാൽ തന്നെയാണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാലും അത് തന്നെ നിങ്ങൾക്ക് എഴുതാം. ഇനി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചാലും എന്ത് ചെയ്യുക, അതേ പോയിൻറ്റ്സ് തന്നെ എഴുതാം. ഇനി ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ പോയിൻറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പർപ്പസ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആയിട്ട് ലിങ്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ അഡ്വാൻറ്റേജസ് എന്നുള്ള പോയിൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസിന് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പോയിൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ അതേ സെയിം പോയിൻറ്റ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആക്കിയിട്ടും എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾ വരും ദിവസങ്ങളിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ മാത്രമാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡൗട്ട്സ് നിങ്ങൾക്ക് ചാനലിന് താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.